യൂറോപ്പിലെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ ലോക ഒന്നാം നമ്പർ ടീമിന് അടിപതറി. ഫ്രാൻസിനെ തളക്കാൻ തങ്ങൾക്കേ കഴിയൂ എന്ന യമാലിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായി. അപരാജിത റെക്കോർഡുമായി എത്തിയ സ്പെയിനിനെ തളക്കാൻ എംബാപ്പയ്ക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. എംബാപ്പെ, ഡംബല്ലെ, ഒലീസ എന്നിവരടങ്ങിയ മുന്നേറ്റ നിര തീർത്തും അപ്രസക്തമായി. സ്പെയിനിന്റെ ടീം ഗെയിമിനെ മറികടക്കാൻ ഫ്രാൻസിന് മുന്നിൽ വഴികളുണ്ടായിരുന്നില്ല. 2-0 മികച്ച വിജയവുമായി സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിലേക്ക്. 2-0 എന്ന സ്കോർ സൂചിപ്പിക്കും പോലെ സ്പെയിനിന്റെ ആധിപത്യം നിറഞ്ഞത് തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. തുടക്കം മുതൽ സ്പെയിൻ ആക്രമിച്ചു കളിച്ചു. മധ്യനിരയിൽ കളിമെനയുകയും മുന്നേറ്റ നിരയിൽ പന്തെത്തിക്കുകയും ചെയ്യുക എന്ന തന്ത്രം സ്പെയിൻ ഫലപ്രദമായി നടപ്പിലാക്കി. മധ്യനിരയിൽ നിന്ന് തന്നെ ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ സ്പെയിനിന് കഴിഞ്ഞു. ഈ ലോകകപ്പിൽ ഇതുവരെ ഒരു ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിനിന്റെ പ്രതിരോധ നിരയെ മറികടക്കാൻ എംബാപ്പയ്ക്കും കൂട്ടർക്കും കഴിഞ്ഞതുമില്ല. 22-ാം മിനിറ്റിൽ യമാലാണ് ഗോളിലെ ബോക്സിനകത്ത് വെച്ച് യമാലിനെ ഫൗൾ ചെയ്തപ്പോൾ റഫറി രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. പെനാൽറ്റി എടുത്തത് ഒയർസബാലിന്റെ ബൂട്ടുകൾക്ക് പിഴച്ചില്ല. 1-0 ലീഡ്. ഫ്രാൻസ് പിന്നെയും ശ്രമിച്ചു നോക്കി. പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. സ്പെയിനാകട്ടെ ആക്രമണം തുറന്നുകൊണ്ടേയിരുന്നു. ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ സ്പെയിന് തന്നെയായിരുന്നു ആധിപത്യം. 5 ഷോട്ടുകൾ സ്പെയിൻ ഉതിർത്തു. ഫ്രാൻസിന് 2 മറുപടി ഉണ്ടായുള്ളൂ. എന്നാൽ ഷോട്ട് ഓൺ ടാർജറ്റ് നിൽ എന്നതായിരുന്നു ഫ്രാൻസിന്റെ അപ്പോഴത്തെ അവസ്ഥ. ലോക ചാമ്പ്യന്മാരാകുമെന്ന പ്രഖ്യാപനവുമായി എത്തിയ ഫ്രാൻസ് എത്രത്തോളം വെള്ളം കുടിച്ചുവെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 2ാം പകുതിയിൽ തിരിച്ചുവരാനുള്ള ശ്രമം നടത്തി ഫ്രാൻസ്. എന്നാൽ അവിടെയും സ്പെയിൻ ഞെട്ടിച്ചു കളഞ്ഞു. 58-ാം മിനിറ്റിൽ മനോഹരമായൊരു ഗോൾ. മധ്യനിരയിൽ നിന്ന് പാസ് ചെയ്തെത്തി പന്ത് വലയിലാക്കിയത് പെഡ്രോ. പന്ത് തടുക്കാൻ ഗോളിക്ക് ഒരു പഴുതും നൽകാതെയായിരുന്നു പെഡ്രോ ഷോട്ട് തീർത്തത്. 2-0 മികച്ച ലീഡിലേക്ക് സ്പെയിൻ കടന്നു. പിന്നീടും എംബാപ്പെ തിരിച്ചുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ എംബാപ്പയുടെ എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയി. ഗോളിയുടെ മികവും സ്പെയിനിനെ തുണച്ച ഘടകമാണ്. ഫൈനൽ വിസിലൂതുമ്പോൾ 2-0 സ്പെയിൻ ഫൈനലിലേക്ക്. 2ാം തവണയാണ് സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനൽ ടിക്കറ്റ് എടുക്കുന്നത്. 2010-ലായിരുന്നു ഇതിനു മുമ്പ്. അന്ന് ചാമ്പ്യൻ പട്ടവുമായാണ് സ്പെയിൻ മടങ്ങിയത്. 2024 മാർച്ച് 6-നാണ് ഈ ലോകകപ്പിലേക്കുള്ള പടയോട്ടം സ്പെയിൻ ആരംഭിക്കുന്നത്. 37 മത്സരങ്ങളുടെ അപരാജിത റെക്കോർഡ് ഇറ്റലിക്കൊപ്പം പങ്കിടുകയാണ് സ്പെയിൻ ഇപ്പോൾ. പ്രതിരോധവും മധ്യനിരയും തീർക്കുന്ന കരുത്തിലാണ് സ്പെയിനിന്റെ മുന്നേറ്റം. ലോകകപ്പ് തുടങ്ങുമ്പോൾ സ്പെയിൻ ആയിരുന്നു ടോപ്പ് ഫേവറേറ്റുകൾ. എന്നാൽ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞപ്പോൾ സ്പെയിൻ താഴേക്കിറങ്ങി വന്നു. പിന്നീട് ഫ്രാൻസായി ടോപ്പ് ഫേവറേറ്റുകൾ. ഒടുവിൽ സെമിഫൈനലിന് തൊട്ടു മുന്നേ സ്പെയിൻ 2ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു. ഇപ്പോൾ 1ാം സ്ഥാനക്കാരായിരുന്ന ഫ്രാൻസിനെ അപ്രസക്തരാക്കിയിരിക്കുന്നു. 2024-ലെ യൂറോ കപ്പ് സെമിഫൈനലിന്റെയും 2025-ലെ നേഷൻ സെമിഫൈനലിന്റെയും തനിയാവർത്തനമാണ് ഈ ലോകകപ്പിന്റെ സെമിഫൈനലിലും കണ്ടത്. അന്ന് ഫ്രാൻസിന് മടക്ക ടിക്കറ്റ് എടുത്തു നൽകിയത് സ്പെയിൻ ആയിരുന്നു. അതേ നിലയിൽ ലോകകപ്പിൽ നിന്നും ഫ്രാൻസിന് മടക്ക ടിക്കറ്റ് സ്പെയിൻ നൽകിയിരിക്കുന്നു.